നളദമയന്തിമാരുടെ പുനഃസമാഗമത്തിൽ മനം കുളിർത്ത് കഥകളി ഗ്രാമം. രണ്ടാം രാവിൽ അരങ്ങേറിയത് ഉണ്ണായി വാര്യരുടെ നളചരിതം 4-ാം ദിവസം. പമ്പയിലെ കുഞ്ഞോളങ്ങളെ തഴുകിയെത്തുന്ന ഇളം കാറ്റും കഥകളി മേളവും നിറഞ്ഞു നിൽക്കുന്ന ഐരൂർ കഥകളി മേളയിൽ കഥകളി പ്രേമികളുടെ മനസ്സിനെ കുളിരണിയിച്ച് നളചരിതം 4-ാം ദിവസം ആടിയപ്പോൾ പ്രണയാർദ്രമായത് അന്തരീക്ഷം കൂടിയായിരുന്നു. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ കേശിനി മൊഴിയാണ് കഥകളി പ്രേമികൾക്ക് എത്ര ആടിക്കണ്ടാലും പാടിക്കേട്ടാലും മതിവരാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചത്. നവരസങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള ഭാഗമാണ് കേശിനി മൊഴി. ഹംസദൂതിലൂടെ നളദമയന്തിമാർ പ്രണയത്തിലാവുകയും സ്വയംവരത്തിലൂടെ നളൻ ദമയന്തിയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ സുന്ദരനും ധർമ്മിഷ്ഠനുമായ നളന് അപ്സരസുകളെ അതിശയിപ്പിക്കുന്ന സുന്ദരിയായ ദമയന്തിയെ ലഭിച്ചതിൽ ദേവന്മാർ അസൂയാലുക്കളാകുന്നു. ദേവന്മാരുടെ നിർദ്ദേശാനുസരണം കലി ചതിയിലൂടെ നളനെ ബാധിക്കുന്നു. ഇതോടെ ഇവരുടെ ജീവിതം ദുരിതപൂർണമാവുകയും തമ്മിൽ പിരിയേണ്ടി വരികയും ചെയ്യുന്നു. നളനിൽ നിന്ന് കലിയെ അകറ്റാൻ കാർക്കോടകൻ നളനെ ദംശിക്കുന്നു. ഇതോടെ നളൻ വികൃത രൂപിയായിത്തീരുന്നു. നളന്റെ പ്രച്ഛന്ന വേഷമായ ബാഹുകൻ തന്റെ ദുരിതത്തിന് അവസാനമില്ലേ എന്ന് ആശങ്കപ്പെടുന്നതും പ്രാണന്റെ പാതിയായ ദമയന്തി തിരിച്ചറിയാത്തതിൽ നിരാശപ്പെടുന്നതും നളന്റെ പരിഭവങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ഏറെ തന്മയത്വത്തോടെ കലാമണ്ഡലം ശ്രീകുമാർ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ ദമയന്തിയുടെ വിരഹവേദനയും നളനെ ചിന്തിച്ചുള്ള ആകുലതകളുമെല്ലാം മാർഗി വിജയകുമാർ അവിസ്മരണീയമാക്കി. എന്നോടുണ്ടോ വൈരം എന്നോടുണ്ടോ വൈരം കാന്തനോടുണ്ടോ വൈരം ഇല്ലെന്നിരിക്കെ കാന്തനോടുണ്ടോ വൈരം ഇല്ലെന്നിരിക്കെ തുടങ്ങി ഇപ്രകാരം. കേശിനിയായെത്തിയ കലാമണ്ഡലം അനിൽകുമാറും മത്സരിച്ചഭിനയിക്കുകയും മേളക്കാരും കഥകളിപ്പാട്ടുകാരും അവസരത്തിനൊത്ത് ഉയരുകയും ചെയ്തതോടെ നളചരിതം 4-ാം ദിവസം അവിസ്മരണീയമായി. കഥാവസാനം ബാഹുകന്റെ പാചക നിപുണതയും അദ്ദേഹത്തിന്റെ സാമീപ്യത്തിൽ വാടിയ പുഷ്പങ്ങൾ പോലും പൂജാമലരുകളായി സുഗന്ധം പരത്തുന്നതുമെല്ലാം മനസ്സിലാക്കിയ ദമയന്തി വിരൂപനായ ബാഹുകൻ തന്നെയാണ് തന്റെ പ്രിയതമനെന്ന് തിരിച്ചറിയുന്നു. ഇരുവരുടെയും പുനഃസമാഗമത്തോടെ കലിദോഷവും തക്ഷകന്റെ വിഷവുമെല്ലാം നളനിൽ നിന്ന് മാറി നളൻ പഴയ രൂപത്തിലാവുകയും ചെയ്യുന്നു. ഇതോടെ കഥ ശുഭപര്യവസായിയാകുന്നു. നളദമയന്തിമാരുടെ പുനഃസമാഗമത്തിൽ മനസ്സു നിറഞ്ഞ് കാഴ്ചക്കാരും മടങ്ങി. കഥകളിമേളയുടെ 3-ാം ദിവസമായ ഇന്ന് കരീന്ദ്രൻ തമ്പുരാന്റെ വിഖ്യാതമായ രാവണ വിജയത്തിലെ രംഭാപ്രവേശം അരങ്ങിലെത്തും. ആടാനും പാടാനും ഏറെ അനുയോജ്യമായ രംഭാപ്രവേശത്തിൽ ഉജ്ജ്വലമായ കത്തിവേഷത്തിൽ മുമ്പനായ രാവണൻ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മധുര